السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. توسلنا لمناني بطه خير عدناني وآل صحب شجعاني ومحيي الدين جيلاني. അഭിവന്ദരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ ആഖിർ മഹാനായ ഗൗസുൽ ആദം ഖുത്ബുൽ ഖുത്താബ് അഷ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവരുടെ നിലക്കാത്ത ഓർമ്മകളുമായി നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം പണ്ഡിതന്മാർ, സാദാത്തുക്കൾ വിട പറഞ്ഞുപോയ ഒരു മാസമാണ് റബീഉൽ ആഖിർ. കേരളത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അതുല്യമായ അധ്യായങ്ങൾ അടയാളപ്പെടുത്തിയ വിശ്വപണ്ഡിതന്മാരായ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, മഹാനായ താജുൽ ഉലമ അസയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, മഹാനായ നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, മഹാനായ ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, മഹാനായ ഇ.കെ. അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, ഇ.കെ. മുഹമ്മദ് ആരിമി നവ്വറല്ലാഹു മർഖദഹു തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ ലോകത്തോട് വിട പറഞ്ഞു പോയ ഒരു മാസം കൂടിയാണ് റബീഉൽ ആഖിർ മാസം. അല്ലാഹുവിന്റെ എല്ലാം ദറജ ഉയർത്തുമാറാവട്ടെ. ആ പണ്ഡിതന്മാരുടെ ശ്രേണിയിലേക്ക് ഉയർന്ന ഒരു പണ്ഡിതനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ മൂത്തുമ്മയെ വിവാഹം കഴിച്ചിരുന്ന ആലപ്പുഴ ജില്ലയിലെ വടക്കേ അറ്റമായ അരൂര് ചെട്ടുതറ നീനാ മുസ്ലിയാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ അക്കാലത്തെ വായിലും പണ്ഡിതനുമായിരുന്ന അദ്ദേഹത്തിൻ്റെയും ആമിനയുടെയും പുത്രനായി ജനിച്ച ബഹുമാനപ്പെട്ട ചെട്ടുതറ മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു നഫഅനാ ബിഹി അവറുകൾ, അദ്ദേഹം അധികമൊന്നും ആളുകൾക്ക് പരിചയമില്ലെങ്കിലും ദക്ഷിണ കേരളത്തെ പണ്ഡിത ലോകത്ത് അറിയപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതനും ആദർശ രംഗത്ത് ജീവിതം കൊണ്ട് ആദർശത്തെ അടയാളപ്പെടുത്തിയ അതുല്യരിൽ അതുല്യനുമാണ് ബഹുമാനപ്പെട്ട ചെട്ടുതറ മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവറുകൾ. അദ്ദേഹം ബഹുമാനപ്പെട്ട നീനാ മുസ്ലിയാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ വായദിൻ്റെയും ആമിന ബീവിയുടെയും 7 മക്കളിൽ മൂത്ത പുത്രനായി പിറന്നു വീണവർ. സ്വന്തം പിതാവിൽ നിന്ന് തന്നെയാണ് പ്രാഥമിക പഠനങ്ങൾ ആർജിച്ചെടുത്തത്. വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ വിഷയങ്ങളിലും കാർക്കശ്യം പുലർത്തിയിരുന്ന പിതാവ് മകനെ സ്വന്തം ശിക്ഷണത്തിലും ശിഷ്യത്വത്തിലും വളർത്തി പ്രാഥമിക പഠനത്തിന് ശേഷം എടപ്പള്ളിയിലെ പ്രസിദ്ധമായ ദർസ് ബഹുമാനപ്പെട്ട എടപ്പള്ളി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൂട്ടായി അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവരുടെ
ദർസിലാണ് പ്രധാനമായും പഠിച്ചത്. അതിരാപ്പട്ടണത്ത് ബഹുമാനപ്പെട്ടവർ തമിഴ്നാട്ടിലെ അതിരാപ്പട്ടണത്തും ദർസ് പഠനം നടത്തിയിട്ടുണ്ട്. ഓരോ വിഷയങ്ങളിലും അഗാധമായ പാണ്ഡിത്യം നേടിയ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ ഉസ്താദുമാരിൽ നിന്ന് ലഭിച്ച സനദ് സ്വായത്തമാക്കി ദർസി രംഗത്ത് അദ്ദേഹം നിസ്സീമമായ സേവനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. എറണാകുളം ജില്ലയിലെ കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ആദ്യമായി സേവനം നടത്തുന്നത്. പടമുകൾ ആലപ്പുഴ ജില്ലയിലെ പല്ലന, എറണാകുളം ജില്ലയിലെ കുഞ്ഞുണ്ണിക്കര, തമിഴ്നാട്ടിലെ കൊളച്ചൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദീർഘകാലം ദർസ് നടത്തി ധാരാളം പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ടവർ വാർത്തുവിടുകയുണ്ടായി. കുഞ്ഞുണ്ണിക്കരയിൽ തൻ്റെ സേവനത്തെ അറിഞ്ഞ നാട്ടുകാർ രണ്ടാമതും അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പിന്നെയും അവിടെ ദർസ് നടത്തി അവർക്ക് മാതൃക സൃഷ്ടിക്കുകയുണ്ടായി. തൻ്റെ മക്കളെയും അവസാന കാലത്ത് അനാരോഗ്യം വേട്ടയാടിയ സമയത്ത് മരണം വരെ മക്കൾക്ക് ദർസ് നടത്തിക്കൊണ്ട് വീട് തന്നെ പഠനശാലയായി മാറ്റിയ മഹാമാതൃക ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവർക്ക് അവകാശപ്പെട്ടതാണ്. സ്വന്തം മകൻ അഡ്വക്കേറ്റ് യഹിയ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആത്മീയ പഠനത്തിൽ ഒട്ടും കുറവ് വരുത്താതെ ശറഹു തഹ്ദീബും തഫ്സീറും മഹല്ലിയുമെല്ലാം മകന് പഠിപ്പിച്ചു കൊടുക്കുകയും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ യഹ്യാ യഹ്യാ എന്ന വിളിയോടുകൂടി മകനെ വിളിച്ചു വരുത്തി ദർസ് നടത്തി. അതുപോലെ സ്വന്തം സഹോദരനായിരുന്ന അബ്ദുള്ള സാഹിബ് അവറുകൾ അദ്ദേഹത്തിൻ്റെ മക്കളെയും അവരിൽപ്പെട്ട സുലൈമാൻ മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് നന്നായി പഠിപ്പിച്ച് MA അറബിയിൽ അദ്ദേഹം ബിരുദം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മക്കളെയും സഹോദര പുത്രന്മാരെയും വീട്ടിൽ തന്നെ മരണം വരെ ദർസ് നടത്തിയിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ മാതൃകയാവുകയുണ്ടായി. അദ്ദേഹം വിവാഹം കഴിച്ചത് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠത്തിയെയാണ്. കുമരശ്ശേരി കുടുംബത്തിലെ എരുമുള്ളിൽ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ ആയിഷ ദമ്പതികളുടെ മകളായ ഫാത്തിമ എന്ന് പറയുന്ന മുത്തുമ്മയെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം ധാരാളമുണ്ടായെങ്കിലും കൂടുതൽ കാലം ജീവിച്ചത് 3 പേര് മാത്രമാണ്. മകൾ ആമിനയും അഡ്വക്കേറ്റ് യഹിയ, അബ്ദുൽ കരീം എന്ന് പറയുന്ന ഇളയ മകന് ആ പേര് നൽകാനുള്ള കാരണം എൻ്റെ പിതാവ് ചന്ദ്രൂര് അബ്ദുൽ കരീം മുസ്ലിയാർ അവറുകൾ അദ്ദേഹവുമായുള്ള അഗാധമായ സ്നേഹബന്ധമാണ്. പിതാവിനോടുള്ള സ്നേഹബന്ധത്തിലാണ് എൻ്റെ പിതാവ് 2ാം വിവാഹം കഴിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ അനുജത്തിയെയാണ്. മറ്റൊരു വിവാഹത്തിൽ നിന്നൊഴിഞ്ഞ് കഴിഞ്ഞിരുന്ന അനുജത്തി സ്വാലിഹത്തായൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് എൻ്റെ പിതാവിനെ ബോധ്യപ്പെടുത്തി അങ്ങനെയാണ് ആ വിവാഹം നടക്കുന്നത്. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വൈപുല്യത്തിനും അത് കാരണമാവുകയും പിതാവും അതുപോലെ ബഹുമാനപ്പെട്ട മുത്താപ്പയും തമ്മിൽ നല്ല ഗാഢമായ ബന്ധം അവസാനം വരെ നിലനിർത്തി. എൻ്റെ പിതാവ് മരണപ്പെട്ടു ജനാസ മദ്രസയിൽ വെച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുത്താപ്പ അവറുകൾ വന്ന് നെറ്റിയിൽ ചുംബനമേകിയത് ഞാനും ഇന്നും ഓർക്കുകയാണ്. അങ്ങനെ പണ്ഡിതന്മാരെ സ്നേഹിക്കുകയും അതുപോലെ ആദർശ രംഗത്ത് യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്ത ഒരു ആദർശ പ്രതിബദ്ധതയുടെ പ്രതീകമായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ. ഒരനുഭവം, എൻ്റെ മാമയുടെ മകളുടെ വിവാഹത്തിൻ്റെ തലേ ദിവസം വീടിൻ്റെ വരാന്തയിലിരിക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥികാരൻ വന്ന് സലാം ചൊല്ലി
1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി മടക്കിയില്ല. പറഞ്ഞു അസ്സലാമു അലൈക്കും പറഞ്ഞു എന്ന് പറഞ്ഞു. ഒന്നും മടക്കാതെ വേറെ എന്തെങ്കിലും പറഞ്ഞോ, സലാം ചൊല്ലണ്ട, മടക്കുകയില്ല എന്ന് ആ വഹാബിയായ കുടുംബത്തോട് പ്രതികരിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഒരിക്കൽ ഞാൻ എൻ്റെ മുത്തുമ്മയോട് പറഞ്ഞു, ഈ കേരളത്തിലെ തബ്ലീഗിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ലാത്ത സുന്നികളാണെന്ന് പറഞ്ഞു. മൂത്തുമ്മ നേരെ മൂത്താപ്പഴത്തേക്ക് വരെ അറിയിച്ചു. ഉടനെ ഒരു മലയാള പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് ഓടി വന്നു, എടാ നീ എന്താടാ പറഞ്ഞത്, കേരളത്തിലെ തബ്ലീഗുകാർക്ക് കുഴപ്പമില്ലെന്ന്, കേരളത്തിലെ തബ്ലീഗും പ്രശ്നമാണ്ടാ, വിദേഹത്തിൻ്റെ ആശയമാണെന്ന് പറഞ്ഞിട്ട് ഒരു തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് ഉദ്ധരണികൾ ഉദ്ധരിച്ചു. ഞാൻ പറഞ്ഞു, മൂത്താപ്പ ഞാൻ തമാശ പറഞ്ഞാണ്. നീ തമാശ പറഞ്ഞാണ്, കേരളത്തിലെ തബ്ലീഗും വിദേഹത്ത് തന്നെയാടാ, അതും കുഴപ്പമുണ്ടടാ എന്ന് പറഞ്ഞ് ആദർശം ബോധ്യപ്പെടുത്തി എനിക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. അങ്ങനെ ആദർശ രംഗത്ത് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ മരണം വരെ ആദർശവാദിയായി ജീവിച്ചവരായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവർകൾ. 1978 സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചേർത്തല താലൂക്ക് രൂപീകരിക്കുന്ന സമയം ബഹുമാനപ്പെട്ട മൂത്താപ്പ അവറുകളായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. മരണം വരെ ആ പ്രസിഡൻഷ്യൽ പദവി അലങ്കരിക്കുകയും എൻ്റെ ജ്യേഷ്ഠൻ ബഹുമാനപ്പെട്ട മുസൽ ഫൈസി അരൂകുറ്റി അവറുകളായിരുന്നു ജനറൽ സെക്രട്ടറി. മഹാനായ ശൈഖുനായ എം ടി അബ്ദുൽ മജീദ് ഫൈസി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി അവറുകൾ അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചേർത്തല താലൂക്ക് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൈപ്പറമ്പിൽ ഇബ്രാഹിം സേർ എന്ന ആദർശത്തിൻ്റെ പടവാളായി വിശേഷിപ്പിക്കാൻ പറ്റിയ ഇബ്രാഹിം സേരൊക്കെ പ്രവർത്തിച്ചിരുന്ന നല്ല കാലകം. 1978 മുതൽ 92 വഫാത്താകുന്നത് വരെ ബഹുമാനപ്പെട്ട മൂത്താപ്പ മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചേർത്തല താലൂക്ക് പ്രസിഡന്റായിരുന്നു. തൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്ന കട, അതിലൊരു കട SSFൻ്റെ ഓഫീസ് മുറിയായിരുന്നു. SSFന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ടി സൗജന്യമായി വിട്ടുകിടക്കുകയും അത് വലിയ അഭിമാനമായി കാണുകയും വഡ്ദലയിൽ നടന്ന പ്രമാദമായൊരു സുന്നി സമ്മേളനം, ആ സമ്മേളനത്തിൻ്റെ ആസ്വാദകനായിരുന്നു. അന്ന് പോകാൻ അനാരോഗ്യം അനുവദിച്ചില്ലെങ്കിലും സഹോദരപുത്രനിൽ നിന്ന് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി കേൾക്കുകയും സഹോദരപുത്രൻ സ്വതസിദ്ധമായ ശൈലിയിൽ മഹാനായ ശൈഖുനായ എ പി ഉസ്താദിൻ്റെ ഒക്കെ പ്രസംഗം അദ്ദേഹം കേൾപ്പിക്കുമായിരുന്നു. ഈ ബൈത്തൊക്കെ ഓതി ബഹുമാനപ്പെട്ട ശൈഖുനാ പ്രസംഗിച്ച പ്രസംഗം അതുപോലെ തന്നെ സഹോദരപുത്രനായ ഉസ്മാൻ വന്ന് കേൾപ്പിക്കുമ്പോൾ അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് വളരെ സന്തോഷം പ്രകടിപ്പിച്ചിരുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ അഹ്ലു ബൈത്തിനോട് അഗാധമായ സ്നേഹവും ബഹുമാനമായിരുന്നു. തങ്ങളെന്ന് എഴുതി കാണിച്ചാൽ മതി, അപ്പോഴേക്ക് എഴുന്നേറ്റെന്ന് ബഹുമാനിക്കും. വീട്ടിലേക്കൊരു തങ്ങൾ വന്നാൽ അതിൻ്റെ അടിസ്ഥാനമൊന്നും അന്വേഷിക്കാറില്ല, തങ്ങളെന്ന് കേട്ടാൽ മതി. പിന്നെ വല്ലാത്തൊരവസ്ഥയാണ്. ബഹുമാനപ്പെട്ട മുത്താപ്പ അവറുകൾക്ക് വളരെയധികം സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ചു. സ്വന്തം മക്കളെ നിരന്തരം വഡ്ദലയിലെ പറമ്പിൽ തങ്ങളിലേക്ക് ആറ്റക്കോയാത്തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു മഹാനുഭാവന്റെ സ്വതത്തിലേക്ക് എപ്പോഴും പറഞ്ഞേക്കുകയും ബഹുമാനപ്പെട്ട PMS തങ്ങളടക്കമുള്ള സയ്യിദുമാരെ കാണുമ്പോഴും വരുമ്പോഴും വലിയ ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് അഹ്ലു ബൈത്താണ് നമ്മുടെ ഏറ്റവും വലിയ അത്താണി എന്ന മഹാപാഠം നമുക്ക് പഠിപ്പിച്ചു വന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. അവിടുത്തെ ദർസ് ജീവിതത്തിൽ ധാരാളം ശിഷ്യന്മാരുണ്ടെങ്കിലും അവരിൽ പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട കുന്നത്തേരി തങ്ങളവറുകൾ അവിടുത്തെ ശിഷ്യന്മാരിൽ പ്രഗത്ഭരാണ്. ആ തങ്ങൾ ബാഖിയാത്തിൽ പോയി ബാഖവി ഡിഗ്രി എടുക്കുകയും അങ്ങനെ ദീനീ സേവന രംഗത്ത് ജ്വലിച്ചു നിൽക്കുകയും ചെയ്ത കുന്നത്തേരി തങ്ങളവറുകൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവരുടെ പ്രധാന ശിഷ്യനാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനാണ് കൊല്ലം പനവൂര് 25 വർഷത്തോളം ദർസ് നടത്തുകയും പിന്നീട് അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഗൾഫിൽ പോയി അവിടെ പകൽ ഡ്രൈവറും രാത്രി ദർസ് നടത്തി അവിടെയും ദീനീ സേവനം അനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ സത്താർ മുസ്ലിയാർ അവറുകൾ. അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്ന് വീണ്ടും ദർസുമായി ബന്ധപ്പെട്ട് ആ ദർസിലായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അല്ലാഹു ദർജ ഉയർത്തുമാറാവട്ടെ. കുന്നത്തേരി പൂക്കോയ തങ്ങൾ ബാഖവി അവറുകളും അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ സത്താർ മുസ്ലിയാർ പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യരായിരുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട NK അബ്ദുൽ മജീദ് ബാഖവി അവറുകൾ ഇന്ന് ദീനി രംഗത്ത്
ചന്ദ്രൂര് ജാമിയ മില്ലയിലെ വൈസ് പ്രിൻസിപ്പളായി സേവനം ചെയ്യുന്ന അദ്ദേഹം സഹോദരി പുത്രനാണ്. അതുപോലെ അഹമ്മദ് കുട്ടി ഫൈസി ചന്ദ്രൂര് അസിസ്റ്റന്റ് ഖത്തീബായ അഹമ്മദ് കുട്ടി ഫൈസി അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകളുടെ മകളെ വിവാഹം കഴിച്ച ഒരാണ്. അങ്ങനെ ദീനിയായി പ്രവർത്തിക്കുന്ന ഒരുപാട് ബന്ധങ്ങൾ അവർക്കുണ്ട്. ഇന്ന് അരൂർ മഹൽ മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മക്കാർ ഹാജി അവറുകൾ അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹുസൈൻ അവറുകളുടെ സഹോദരീ പുത്രിയെയാണ്. അതുപോലെ ചന്ദ്രൂര് മഹല്ല് സെക്രട്ടറി ബഹുമാനപ്പെട്ട ജാഫർ സാഹിബ് അവറുകൾ അദ്ദേഹത്തിന്റെ സഹോദര പുത്രനാണ്. ഇങ്ങനെ ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളെ സമ്മാനിച്ചുകൊണ്ട് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയം അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ പണ്ഡിതന്മാരാണ് എന്ന പരിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളെ അന്വർത്ഥമാക്കി സൂക്ഷ്മതയോട് ജീവിച്ച് ആദർശ രംഗത്ത് സമസ്ത കേരള ജമിയത്തുകളുടെ ആദർശത്തെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ നിലനിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ഹിജറ 1413 റബീഉൽ ആഖിർ 4 1992 ഒക്ടോബർ 1-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 6:30 ലോകത്തോട് യാത്ര പറഞ്ഞു. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ജനാസ ചന്ദ്രൂർ പള്ളിയുടെ മുൻഭാഗത്ത് എൻ്റെ പിതാവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ ദ്വീപിലുള്ള പണ്ഡിതന്മാരും ഒക്കെ അന്തിയുറങ്ങുന്ന ചന്ദ്രൂർ പള്ളിയുടെ മുൻഭാഗത്ത് ബഹുമാനപ്പെട്ടവരുടെ അന്ത്യവിശ്രമ കേന്ദ്രമൊരുക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ആ മഹാപണ്ഡിതന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ ജീവിച്ച് അവരുടെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവിടുത്തെ ദറജ ഉയർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇലാഹി ഹിഫ്ള് ബി അദിയാനി വ അൻഫുസിനാ വ വിൽദാനി وأهلنا وإخواني بمحيي الدين جيلاني. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. من الأعداء والشيطان وآفات الأزمان وشر الإنس والجان بمحيي الدين جيلاني. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. السلام عليكم ورحمة الله وبركاته.